അകത്തുണ്ട്. മിസ്റ്റർ ഹരിഹരൻ എവിടെ? എന്നോട് എന്തിനാ വരാൻ പറഞ്ഞത്? ഇവരൊക്കെ എന്താ ഇവിടെ? ഞാൻ പറയാം. ഈ തോക്കിൽ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ഉണ്ട്, മനുഷ്യരക്തത്തിന്റെ കറയും. അതെങ്ങനെ സംഭവിച്ചു? പ്ലീസ് എക്സ്പ്ലെയിൻ. നോ, എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്ത് സംഭവിച്ചോ അതങ്ങ് തുറന്നു പറഞ്ഞേക്ക്. മറ്റു പോംവഴികളൊന്നും ഇല്ലാത്തതുകൊണ്ടാ. എനിക്കൊന്നും അറിഞ്ഞൂടാ. പ്ലീസ് ടെൽ ദ ട്രൂത്ത്. നീ കുറച്ച് അങ്ങോട്ട് വന്നേ, ഞാൻ പറയിപ്പിക്കാം. പ്ലീസ് പോകരുത്. എങ്കിൽ പറയൂ, എന്താണ് സംഭവിച്ചത്? ഈ തോക്കിൽ നിങ്ങളുടെ കൈരേഖ എങ്ങനെ വന്നു? പറയൂ. Come on, tell me. Come on, tell me. ഞാൻ പറയാം. രാജി പൈസയ്ക്ക് വേണ്ടി ചേച്ചിയെ വിളിച്ചത് എന്റെ മുറിയിലെ ഫോണിലൂടെ ഞാൻ കേട്ടു. പറഞ്ഞ 4 ദിവസം കഴിഞ്ഞു. പൈസയുമായി നേരെ പുറമ്പത്ത് റോഡിൽ വലതുവശത്ത് കാണുന്ന ആദ്യത്തെ വീട്ടിൽ വരിക. അതൊരു 2 നില കെട്ടിടമാണ്. ഒരിക്കലും മിസ്സാവില്ല. വന്നില്ലെങ്കിൽ അച്ഛനെ കുറിച്ചുള്ള രഹസ്യം മുഴുവൻ നാളെ നാട്ടിൽ പാട്ടാവും. പൈസ ഇതുവരെ ശരിയായിട്ടില്ല. അല്പം കൂടി സമയം വേണം. ഇനി അവധിയില്ല. നാളെ രാവിലെ വരെ ഞാൻ കാക്കും. വന്നില്ലെങ്കിൽ അവളെ അപ്പോൾ തന്നെ നേരിട്ട് കാണാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ അച്ഛനെക്കുറിച്ച് എന്ത് രഹസ്യമാണ് അവൾ സൂക്ഷിക്കുന്നതെന്ന് എനിക്കറിയണം. എന്റെ അച്ഛനെ കുറിച്ച് എന്ത് രഹസ്യമാണ് നീ സൂക്ഷിച്ചിരിക്കുന്നത്? നീ ആരാണ്? ലതയാണോ? എന്റെ അച്ഛനെ കുറിച്ച് നിനക്ക് എന്തറിയാം? പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ? രഹസ്യം എന്താന്ന് ആദ്യം പറ. പൈസ എവിടെ? രഹസ്യം എന്താണെന്ന് പറ. നാട്ടുകാരറിയുമ്പോ നീ അറിഞ്ഞാ മതി. പറയാതെ നിന്നെ ഞാൻ വിടൂല. ഞാൻ ചോദിച്ച പൈസ എവിടെ? ഒറ്റ ചില്ലി കാശ് ഞാൻ തരില്ല. മര്യാദയ്ക്ക് പറഞ്ഞു. എന്റെ അച്ഛനെ കുറിച്ച് നിനക്ക് എന്തറിയാം?
ഞാൻ ഒരിക്കലും കരുതിയതല്ല. പിടിക്കും വലിക്കും ഇടയിൽ ഈ തോക്ക് ആരുടെയാണ്? നിങ്ങളുടെ അച്ഛന്റെ ആണോ? അതെ. ഇതിന് ലൈസൻസ് ഉണ്ടോ? എനിക്കറിഞ്ഞൂടാ. പ്ലീസ് രാജു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. രാജിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എനിക്കൊന്ന് കാണണം. എന്തിനാ? വേണ്ട, എനിക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യണം പ്ലീസ്. ഞങ്ങളിപ്പോ തിരിച്ചു വരും. അതുവരെ അവരെ സൂക്ഷിച്ചോണം. അവരാർക്കും ഫോൺ ചെയ്യരുത്. ഏതെങ്കിലും ഫോൺ വന്നാൽ അവരിവിടെ ഉണ്ടെന്ന് പറയരുത്. മനസ്സിലായി സാർ? ഈ ബുള്ളറ്റ് ചങ്കി തെറിച്ചിട്ടാണല്ലോ രാജി മരിച്ചത്. അതെ. ദിസ് ബുള്ളറ്റ് ഈസ് ഫോർ .38 റിവോൾവർ. ദിസ് ഈസ് .32 റിവോൾവർ. കണ്ടോ? ഈ ബുള്ളറ്റ് ഈ തോക്കി പോവില്ല. അപ്പൊ ഈ തോക്ക് ഉപയോഗിച്ച് രാജിയെ കൊന്നുവന്ന് മാലിന് പറയുന്ന നുണയല്ലേ? അവള് കുറ്റം സമ്മതിച്ചു കഴിഞ്ഞില്ലേ, പിന്നെന്താ? ഡോണ്ട് ടോക്ക് ലൈക്ക് ആൻ ഇഡിയറ്റ്. നിനക്കിപ്പോ ഒരു പ്രതിയാണോ ആവശ്യം? ഒരുപക്ഷെ അവൾ 2 തോക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ. 12 തോക്കാണ് അവൾ ഉപയോഗിച്ചത്. ഞാൻ പോലും പറഞ്ഞാൽ കുറച്ച് കൂടി. അങ്ങനെയെങ്കിൽ ഈ .38 ബുള്ളറ്റ് എങ്ങനെ അവളുടെ ബോഡിയിൽ വന്നു? അത് എനിക്ക് അറിഞ്ഞൂടാ, നിനക്ക് അറിഞ്ഞൂടാ. സോ ലെറ്റ് us wait and see. അപ്പൊ ഞാൻ കൈ കിട്ടിയ പ്രതിയെ വെറുതെ വിടണോ എന്ന് ഞാൻ പറഞ്ഞില്ല. നീ ചാടി കയറി കേസ് ഒന്നും രജിസ്റ്റർ കളയരുത്. എടാ, പ്രതിയെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. നിയമമുണ്ട്. നിയമമൊക്കെ എനിക്കും അറിയാം. 24 മണിക്കൂറല്ല, വേണമെങ്കിൽ 24 ദിവസം ഒരു പ്രതിയെ ഒരു റെക്കോർഡും കൂടാതെ നിങ്ങൾക്ക് ലോക്കപ്പിൽ വെക്കാം. ഒരു നിയമം അതിന് ബാധകമല്ല. ഇതുപോലെ എന്തെങ്കിലും അത്യാവശ്യ കാര്യം വരുമ്പോൾ പിന്നെ എല്ലാം നിയമത്തിന്റെ പുറത്തുകൂടെ ഓടും. ഒരു കുറ്റവാളിയും രക്ഷപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല സുഹൃത്തെ. അവള് കുറ്റസമ്മതം നടത്തിയെന്നുള്ളത് വാസ്തവം. പക്ഷേ അവള് പറഞ്ഞതിൽ ഇണങ്ങാത്ത പല കണ്ണികളുണ്ട്. ഒന്ന് ഈ ബുള്ളറ്റ്, 2 ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ആ ഡെഡ് ബോഡി ഇത്രയും ദൂരെ കൊണ്ടുപോയി കത്തിക്കോ? ഇനിയിപ്പോ കേസ് നടത്തി അവള് നിരപരാധിയാണെന്ന് തെളിഞ്ഞൊന്നും തന്നെ ഇരിക്കട്ടെ, ഒരു കൊലക്കേസിലെ പ്രതിയായിരുന്നു എന്നുള്ള മാനക്കേട് അവളെ വിട്ടുപോകുമോ? ആസ് എ പോലീസ് ഓഫീസർ നിനക്ക് നിന്റെ ഡ്യൂട്ടി ചെയ്യാം. പക്ഷേ ഒരു റിക്വസ്റ്റ് ഉണ്ട്. 24 മണിക്കൂർ സമയം നീ എനിക്ക് തരണം. അതിനുള്ളിൽ ഒരാളെ എനിക്ക് കണ്ടുപിടിക്കാനുണ്ട്. അതുവരെ നീ അവൾക്കെതിരായിട്ട് മൂവ് ചെയ്യരുത്. 24 മണിക്കൂർ കഴിഞ്ഞാൽ നിന്റെ ഇഷ്ടം പോലെ. കറുത്ത് തടിച്ച് കാലിൽ മുറിവുള്ള ഒരാളോ? അതെ. ഗോപി എന്നാണോ പേര്? പേരെനിക്കറിയില്ല. ഇതേ ക്ലിനിക്ക് വെച്ച് ഒരിക്കൽ ഞാൻ ആളെ കണ്ടിട്ടുണ്ട്. കാലിൽ കമ്പി കൊണ്ട് മുറിവേറ്റ ആളാണോ? അതെ. ആ, അത് ഗോപി തന്നെ. ഇപ്പൊ ഡ്രസ്സിങ് കഴിഞ്ഞ് അങ്ങോട്ട് പോയതേ ഉള്ളൂ. 5 മിനിറ്റ് ആയി കാണും. അയാളുടെ അഡ്രസ് എന്താ? അയാളുടെ വ്യക്തമായ അഡ്രസ് ഒന്നും അറിയില്ല. ആ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ഏതോ ഒരു കോളനിയിലാണ് താമസമെന്നറിയാം. ഓ, ഈ കൂട്ടത്തിൽ ഗോപിയില്ല. Are you sure? യെസ്. Come on. അയ്യോ, എന്റെ കാലേ! പറയടാ റാസ്കൽ, നീ എന്തിനാ പെൺവേഷം കെട്ടി വിളിച്ചത്? എന്നെ ഒന്നും ചെയ്യരുത്. പറയടാ. പറയാം. ഈ മാലിന്യം എവിടെ പോയിരിക്കുക? എവിടെ പോവാണെന്ന് അവൾ പറഞ്ഞില്ലേ? അവള് പോകുന്നത് ഞാൻ കണ്ടില്ല.
ഞാൻ കുറച്ചു ദിവസം മുമ്പ് വിളിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? അച്ഛൻ മരിച്ച ദുഃഖമൊക്കെ തീർന്നില്ലേ? എനിക്ക് അത്യാവശ്യമായി 2 ലക്ഷം രൂപ വേണം. ഡിസ്ട്രിക്ട് കോർട്ടിന്റെ പുറകിലുള്ള പഴയ കെട്ടിടത്തിൽ പണവുമായി ഉടൻ വരണം. നിങ്ങൾ എന്താ പറയുന്നേ? ആരാ നിങ്ങള്? കാശ് ഇല്ലെങ്കിൽ സ്വർണ്ണമായാലും മതി. എന്നെ ചതിക്കാൻ ശ്രമിക്കരുത്. മറ്റാരെങ്കിലും ഇത് അറിയിച്ചാൽ നഷ്ടം സംഭവിക്കുന്നത് നിങ്ങൾക്കായിരിക്കും. രാജയുടെ കൊലപാതകയെ പോലീസ് ഊർജിതമായി തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തീപ്പൊരിയുടെ ആവശ്യമേ ഉള്ളൂ, അത് ആളിപ്പടരാൻ. ആ തീപ്പൊരിക്കുള്ള വകയൊക്കെ എന്റെ അടുത്തുണ്ടെന്ന് അറിയാമല്ലോ. ആരാണ് ഇയാൾ? അന്ന് വിളിച്ചത് ഇയാൾ തന്നെയാണോ? ഒരു കാര്യം തീർച്ചയാ, രാജിയുടെ കൊലയാളി ആരാണെന്ന് ഇയാൾക്കറിയാം. ഒരുപക്ഷെ ഇയാളാവാനും മതി. ലതയ്ക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇയാളെ നമുക്ക് കയ്യോടെ പിടികൂടാം. എങ്ങനെ? ഇവിടെ പൈസ ഇരിപ്പുണ്ടോ? 2 ലക്ഷം രൂപ അയാൾക്ക് കൊടുക്കണോ? അത്രയൊന്നും വേണ്ട, കുറച്ചു മതി. കുറച്ചോ? അതെ, വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് പോലെ ലത അനുസരിച്ചാ മതി. കുറ്റവാളിയെ പിടികൂടാൻ പറ്റിയ നല്ല അവസരമാണ്. അത് മിസ് ചെയ്തെന്ന എന്റെ അഭിപ്രായം. ലതയ്ക്ക് ഭയമാണെങ്കിൽ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് വയ്ക്കോളാം. വേണ്ട, ഞാനും വരാം.